മഞ്ജു വാര്യർ ദിലീപ് വിവാഹമോചനം ഏറെക്കാലത്തിന് ശേഷം വീണ്ടും ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുകയാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നതോടെയാണ് ഈ ചർച്ച. കേസിൽ പ്രോസിക്യൂഷൻ പ്രധാന വാദത്തിന് ഇരയുടെ വേർപിരിയൽ വിഷയമാക്കിയിരുന്നു. കേസിന്റെ നാൾ വരികൾക്കിടയിൽ പുറത്തുവന്ന മഞ്ജു വാര്യരുടെയും ദിലീപിന്റെയും വിവാഹ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളാണ്. കലാകാരി എന്ന നിലയിൽ നഷ്ടപ്പെട്ട കാലം, ഭാര്യ എന്ന നിലയിൽ നേരിട്ട അനീതി എന്നിവയെല്ലാം മഞ്ജു വാര്യർക്ക് പൊതുസമൂഹത്തിൽ അനുകൂല തരംഗമുണ്ടാക്കുകയും ചെയ്തു. ഒരിക്കൽ പോലും പൊതുമാധ്യമത്തിൽ ദിലീപിനെയോ കാവ്യമാധവനെയോ മഞ്ജു കുറ്റപ്പെടുത്തിയിട്ടില്ല. മകൾ അച്ഛനോടൊപ്പം നിന്നതിലും പരാതിയില്ല. ദിലീപിന്റെ വീട്ടിൽ നിന്നും വെറും കൈയോടെയാണ് മഞ്ജു ഇറങ്ങിയത്. ദിലീപും മീനാക്ഷിയും അന്ന് ഓസ്ട്രേലിയൻ ട്രിപ്പിലായിരുന്നു. വിവാഹബന്ധത്തിൽ അകർച്ച വന്ന നാളുകളിൽ തന്നെ മഞ്ജു നൃത്തവേദികളിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 14 വർഷം പൂർണ്ണമായും ലൈംലൈറ്റിൽ നിന്ന് മാറിയ ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിലെ നൃത്തം അവതരിപ്പിച്ചപ്പോൾ ജനലക്ഷങ്ങളാണ് കാണികളായി എത്തിയത്. കരിക്കൻ ക്ഷേത്രത്തിലും മഞ്ജു ഡാൻസ് ചെയ്തപ്പോൾ വലിയ ജനാബലി വന്നു. ഈ ഡാൻസിന്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ശ്രദ്ധ നേടുന്നത്. മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളുമായിട്ട് അന്ന് മഞ്ജു നൃത്തം ചെയ്തത്. എന്നിട്ടും ആ മുഖത്ത് യാതൊരു പ്രസന്നതയാണെന്ന് ആരാധകർ പറയുന്നു. കരിക്കിൻ ക്ഷേത്രത്തിലെ മഞ്ജു നൃത്തം ചെയ്തതിൽ ദിലീപിന് വലിയ എതിർപ്പുണ്ടായിരുന്നു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയാണ് മഞ്ജുവിന്റെ നമ്പർ ക്ഷേത്ര സംഘാടകർക്ക് അവർ ആവശ്യപ്പെട്ട പ്രകാരം നൽകിയതും. അന്ന് രാത്രി ദിലീപ് മഞ്ജു ഡാൻസ് ചെയ്യരുത്, പിന്മാറണമെന്ന് പറയാൻ ആവശ്യപ്പെട്ടു. താനുമായി ചെറിയ വാഗ്വാദമുണ്ടായെന്നും അന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു. മഞ്ജുമായി പിറ്റേന്ന് ഇക്കാര്യം സംസാരിച്ചു. ചേച്ചി, ഈ പ്രശ്നം ഞാൻ ഇവിടെ ഡീൽ ചെയ്തോളാം. ചേച്ചി ഇതിനെക്കുറിച്ച് ഒന്നും അറിയണ്ട. കുറച്ച് പ്രശ്നമുണ്ട് ചേച്ചി എന്ന് മഞ്ജു പറഞ്ഞു. ഡാൻസ് കളിക്കാതെ നിവൃത്തിയില്ല. ബാങ്ക് അക്കൗണ്ട് ദിലീപ് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. തന്റെ കയ്യിൽ പൈസയൊന്നുമില്ലെന്ന് മഞ്ജു അന്ന് തന്നോട് പറഞ്ഞു എന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. മഞ്ജുവിന്റെയും ദിലീപിന്റെയും ജോയിന്റ് അക്കൗണ്ട് ആയിരുന്നു. ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ഒപ്പം വീട്ടിലുള്ള വണ്ടികളൊന്നും എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇറങ്ങുന്നതിന് മുമ്പത്തെ ദിവസം എന്നെ വിളിച്ച് ഞാൻ നാളെ ഇവിടെ നിന്ന് ഇറങ്ങും ചേച്ചി, പോകാൻ കാറില്ല എന്ന് മഞ്ജു തന്നോട് പറഞ്ഞു എന്ന് അന്ന് ഭാഗ്യലക്ഷ്മി വെളിപ്പെടുത്തി. ഈ തുടക്കത്തോടെ കൂടിയ കരിക്കത്തമ്മ ജീവിതം ഉയർത്തിക്കൊടുത്തു. തിരികെ നടത്തം തുടങ്ങാൻ ദേവി താങ്കൾക്കൊരു അവസരം തന്നു. അവിടെ നിന്ന് മാറ്റങ്ങൾ തുടങ്ങി. എല്ലാ ദുഃഖങ്ങളും ഒറ്റയ്ക്ക് സഹിക്കുന്നവർക്ക് ദൈവം കൂടെയുണ്ടാകും. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും ഏതൊക്കെ വാതിലുകൾ പൂട്ടിയിട്ടാലും ഒരാളുടെ കഴിവിനെ ആർക്കും തട്ടിയെടുക്കാനാവില്ല എന്ന് മഞ്ജു ചേച്ചി തെളിയിച്ചു.